ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നെൽകേജി നെൽക്കതിർ പദ്ധതിക്ക് പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം കുറിച്ചു. പെരുമ്പാവൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു. വിദ്യാർത്ഥികളെ നെൽകൃഷി പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണിത്. 4 മാസ കാലയളവിനുള്ളിൽ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിലും നീണ്ടു നിൽക്കുന്ന നെൽകേജി പദ്ധതി സ്കൂളുകളുടെ അക്കാദമികവും ഭൗതികവുമായ കാഴ്ചപ്പാട് മാറ്റുന്നതിന് പര്യാപ്തമെന്ന് അധ്യാപകർ പറഞ്ഞു. കൃഷി വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും പവിഴം ഓയിൽ ആൻഡ് ഫുഡ്സും സംയോജിതമായി നടത്തുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് ആവശ്യമുള്ള ഞാറ്, വിത്ത്, സിവിറ്റ, ഗ്രോ ബാഗുകൾ എന്നിവ എല്ലാ സ്കൂളുകൾക്കും നൽകി. തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ പഞ്ചായത്തിലെയും കൃഷി ഓഫീസർമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന പദ്ധതിയുടെ അവസാനം നിരവധി സമ്മാനങ്ങളാണ് കുട്ടികൾക്കായി MLA പ്രഖ്യാപിച്ചത്. ലോക പരിസ്ഥിതി ദിനമാണ് ജൂൺ 5. ഈ ദിനത്തോടനുബന്ധമായി പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ഒരു നൂതന പദ്ധതിയാണ് നെൽകേജി. നെൽക്കതിർ പദ്ധതി ആയ നെൽകേജി ഇന്ന് പെരുമ്പാവൂരിലെ വിദ്യാലയങ്ങളിൽ ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് പെരുമ്പാവൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഈ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വലിയ ആഹാരമാണ് അരി. മലയാളികൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതുമായ അരിയുടെ വ്യാപനത്തെക്കുറിച്ചും അത് എങ്ങനെയാണ് വളർത്തേണ്ടത്, പരിപാലിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള അറിവും കുട്ടികൾക്ക്, പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. പ്രായം ചെന്ന ആളുകൾ അവരുടെ ചെറുപ്പകാലഘട്ടങ്ങളിൽ എല്ലായിടത്തും നെല്ല് വിതയുണ്ടായിരുന്നു, ഞാറ് നടിയിലുണ്ടായിരുന്നു. അത് കതിര് പൊട്ടി വളർന്നു വരുന്നത് കാണാമായിരുന്നു, കിള പറിക്കുമായിരുന്നു, ഇടയ്ക്ക് വളം ചേർക്കുമായിരുന്നു, അത് കൊയ്യുമായിരുന്നു, ചുരുട്ടാക്കി ചുമന്നുകൊണ്ട് അത് പോകുമായിരുന്നു, അത് മെതിക്കുമായിരുന്നു. അതിനുശേഷം അത് ഉണക്കി, അത് കുത്തി, പുഴുങ്ങി കുത്തി അരിയാക്കുന്നതെല്ലാം ആ തലമുറയ്ക്കറിയാം. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അതറിയില്ല. അപ്പം അതുകൊണ്ടാണ് കുട്ടികളെ നെൽ കൃഷി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പഠനം അവർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കുട്ടി കർഷകരെ, താല്പര്യമുള്ള പുതിയ തലമുറയിലെ കർഷകരെ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അരി വ്യവസായികളായിട്ടുള്ള പവിഴം ഗ്രൂപ്പുമായി ചേർന്നിട്ട് കൃഷി വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും കൂടി ഉൾപ്പെട്ടുകൊണ്ടാണ് നിയോജകമണ്ഡലത്തിൽ നെൽകേജി എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. ഇവിടെ ഇന്ന് കുട്ടികൾക്ക് ഗ്രോ ബാഗിൽ വെക്കാൻ പാകത്തിനുള്ള വിത്തുകൾ, ഞാറുകൾ നൽകുകയാണ്. ഈ കിട്ടുന്ന ഞാറ് അവർ വീട്ടിൽ കൊണ്ടുപോയോ സ്കൂളിൽ വെച്ചോ ഗ്രോ ബാഗിനുള്ളിൽ അതിന് നട്ട് സംരക്ഷിക്കണം. അതിനാവശ്യമുള്ള വളവും നൽകുന്നുണ്ട്. അത് ഉമിയുടെ ചാരത്തിൻ്റെ കട്ട അവർക്ക് നൽകുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള കാര്യങ്ങളിൽ എങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യാമെന്നതിനെക്കുറിച്ച് കൃഷി ഓഫീസർമാർ ക്ലാസ് കൊടുക്കും. ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലുമുള്ള കൃഷി ഓഫീസർമാർ ഈ കാര്യങ്ങൾ ഗൗരവത്തോടെ കണ്ട് നിരീക്ഷിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട്, കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വേണ്ട അറിവ് കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പ്രത്യേകിച്ച് 110 ദിവസം കൊണ്ട് വിളവ് കിട്ടുന്ന രീതിയിലാണ് ഈ കൃഷി ഇവിടെ നമ്മൾ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. 110 ദിവസം കഴിയുമ്പോൾ കുട്ടികൾ ഈ വിത്ത്, കൊടുത്തുവിട്ട വിത്ത് വിളവായി തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഏറ്റവും നല്ല കതിർ കൊണ്ടുവരുന്ന 100 കുട്ടികൾക്ക് പ്രത്യേകം ക്യാഷ് അവാർഡും സമ്മാനമുണ്ട്. മറ്റു കുട്ടികൾക്ക് പവിഴത്തിൻ്റെ പ്രത്യേക ഗിഫ്റ്റുകൾ, ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കെല്ലാം പ്രോത്സാഹന സമ്മാനങ്ങളുണ്ട്. കരനെൽകൃഷി ചെയ്യുന്ന സ്കൂളുകൾക്ക് ആവശ്യമുള്ള സഹായങ്ങൾ നൽകും. അവിടെ ഏറ്റവും നല്ല സ്കൂളിന് 25,000 ക്യാഷ് പ്രൈസ്, തൊട്ട് താഴെ വിവിധങ്ങളായ ക്യാഷ് പ്രൈസുകളുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ കുട്ടി കർഷകരെ, നെൽ കർഷകരെ വളർത്തിയെടുക്കുക എന്നുള്ള ഈ പദ്ധതിയാണ് നെൽകേജി. ഇന്ന് ബഹുമാനായ നമ്മുടെ MP ശ്രീ ബെന്നി ബെഹനാൻ ഇത് ഉദ്ഘാടനം ചെയ്യും. മറ്റ് വിശിഷ്ട അതിഥികളിൽ പങ്കെടുക്കും. ഈ കൃഷി തീർച്ചയായും ഇത് കേരളത്തിന് തന്നെ ഒരു മാതൃകയാണ്. ഞാൻ കൃഷി വകുപ്പ് മന്ത്രിയുമായിട്ട് ഈ പദ്ധതി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചിട്ടുണ്ട്.
കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കുമ്പോൾ കുട്ടികൾ ഭക്ഷണ പദാർത്ഥങ്ങൾ കളയുന്ന ശീലം ഒഴിവാക്കുമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് പറഞ്ഞു. പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിന്റെ ഞാറു വിതരണോദ്ഘാടനം ജില്ലാ കളക്ടർ NSK ഉമേഷ് നിർവഹിച്ചു. മുൻ മുനിസിപ്പൽ ചെയർമാൻ TM സക്കീർ ഹുസൈൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദ മോഹൻ, പവിഴം ഓയിൽ ആൻഡ് ഫുഡ്സ് MD NB ആന്റണി, കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NM സലീം, ഷൈമി വർഗീസ് എന്നിവർ ആശംസകൾ നേർന്നു. പെരുമ്പാവൂർ AO ബിജിമോൾ പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എറണാകുളം പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ഇന്ദു നായർ നെൽകേജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പെരുമ്പാവൂർ കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ CB വിജി നെൽകൃഷി സംരക്ഷണവും പദ്ധതിയുടെ വിശദീകരണവും നൽകി. മുതിർന്ന കർഷകനായ ജോൺ ജേക്കബിനെ യോഗത്തിൽ ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.